ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഇവിടെ സുഖം തന്നെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ ഞായറാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിപ്പോയിട്ടോ. നമ്മളത് എൻ്റെ മുന്നേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് വൈകിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നോ ഒരു ദിവസം ഒരു ലീവ് എടുത്തിരുന്നു. അപ്പോൾ ലീവ് എടുത്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ആയി വരും കേട്ടോ. എന്താ വെച്ചാൽ ഇന്നും ഞാൻ വീഡിയോ എടുക്കും, അത് നാളെ ഇടും, നാളെ വീഡിയോ എടുക്കും, മറ്റന്നാൾ ഇടും, അങ്ങനെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ എന്നോ കുറച്ച് മുന്നേ ഒരു ലീവ് എടുത്തപ്പോൾ എടുത്തു വെച്ച വീഡിയോ ഉണ്ടായിരുന്നു, അതാണിത് ഇത്രയും വൈകിപ്പോയത്. അപ്പോൾ നമ്മളെ പാറും സച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞായറാഴ്ച എന്ന് പറഞ്ഞാലും ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് കേട്ടോ. ഞായറാഴ്ച എല്ലാവർക്കും ഒരു സമാധാനമാവും, ഞായറാഴ്ചയല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു സമാധാനമാണെങ്കിൽ പോലും ഒരു സമാധാനക്കേടും ഉണ്ടാവും കേട്ടോ. നല്ല തിരക്കുകൾ തന്നെയാവും. ഞായറാഴ്ച ആവണത് എല്ലാവർക്കും നല്ല സന്തോഷമാവൂലേ. എനിക്കും നല്ല സന്തോഷമാണ് കേട്ടോ. മക്കളും ഏട്ടനും എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് പോകാനും ഉണ്ടാവും കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് പോകാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ രാവിലെ ഞാൻ ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ അച്ഛനും മക്കൾക്കും ചായ കുടിക്കാനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ കൊടുത്തിട്ടോ. ഇവർ ചായ കുടിക്കുന്നതിന് 9 മണിയൊക്കെ ആവാൻ സമയത്താണോ ഒക്കെ നീച്ചതൊക്കെ വൈകിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും ഉണ്ടാവുകൊണ്ട് നമ്മളെ സച്ചും ബാറും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നീച്ചായിരുന്നു കേട്ടോ. എന്നാലും മക്കൾ നീച്ചാലല്ലേ നമ്മളെ പണികൾ ഒരുങ്ങുള്ളൂ. എത്ര നമ്മൾ എടുത്ത് വെച്ചിട്ടും കാര്യമല്ല, ഒരു നീച്ച് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞാലുള്ളൂ അടുത്ത പണികൾ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവുമ്പോൾ. അല്ലാത്ത ദിവസം നമ്മൾ ആ ഒരു എങ്ങനെയാണോ ചെയ്യൽ ആ ഒരു രീതിക്ക് അങ്ങനെ പോകും. അപ്പോൾ ഒരാൾ നീച്ച് വന്നേക്ക് അവിടെ കളറിങ് ഒക്കെയാണ് നടക്കുന്നത്. സച്ചമ്മ ഇപ്പോൾ നീച്ച് വരുന്നുള്ളൂ, പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് അധികം ചായ ഉണ്ടാക്കിയത്, നമ്മളെ പാറും സച്ചൊക്കെ ചായേൻ്റെ ആൾക്കാരാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി അത് ഏറിപ്പോവാലും മുഴുവനായിട്ടും മധുരം ഇട്ടാലെന്ന്. അപ്പോൾ പിന്നെ പാറുവിനോട് കുറച്ചിട്ടാൽ മതി പറഞ്ഞിട്ട് പാട്ടയിൽ ഇട്ട് കൊടുത്താണ്. അപ്പോൾ അതിൽ മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്നെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഒപ്പം കുടിക്കാൻ മയ്യ ചായ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾ ഇന്നെ കാത്തു നിൽക്കുകയാണ്. മറ്റവർക്ക് പിന്നെ വിശന്നപ്പോൾ അച്ഛൻ്റെ ഒപ്പം അങ്ങനെ കുടിച്ചു കേട്ടോ. കഴിഞ്ഞിട്ടെല്ലാം അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ദോശ കണ്ടപ്പോൾ വലിയ ദോശയല്ലേ, എനിക്ക് ഒന്നും മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പാറു സച്ചും പറയുന്നുണ്ട് ഇത് വലിയ ദോശയാണ്, ഹോട്ടലത്തെ ദോശയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വലുതാവുകൊണ്ടേ അതിൽ അത്രയും വട്ടത്തിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ദോശ കൂടുന്ന ദോശയാണെങ്കിൽ നമുക്ക് വലിപ്പമൊക്കെ കുറയ്ക്കാം. അപ്പോൾ എന്തായാലും വലിയ ദോശയാണ്. അപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെ പാറുവിന് ഈ ഒരു കറി നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കൊണ്ട് കുറുമ പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്നത്തെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ പറ്റൂലേ എന്നൊന്നും അറിയാത്തൊരു കോലത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതാ നന്ദു പല്ലൊക്കെ തേച്ച് വന്ന് ഓനും ഞാൻ ചായ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓനും കൊടുക്കുന്നുണ്ട്, ഞാനും തിന്നുന്നുണ്ട്. നമ്മളെ പാറു ചായ കുടിക്കുന്നുണ്ട്, സച്ചു അപ്പുറത്തുണ്ട്. പിന്നെ ഏട്ടനും പിന്നെ അനുമോളും കണ്ണനും ഒക്കെ ചായ കുടിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയും തന്നെ കുറച്ച് നേരത്തെ ചായ കുടിച്ചിട്ടുണ്ട്, അച്ഛനും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കേട്ടോ. ചില ദിവസം അങ്ങനെയാണ്, ഭയങ്കര വിശപ്പാവും, ചിലപ്പോൾ എന്നെ കാത്തു നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളെ നന്ദു തിന്നാതെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നന്ദുവിനൊരു ചെറിയ വയറുവേന എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഒന്നും കഴിക്കായിട്ടാണോ എന്നും അറിയില്ല കേട്ടോ. ഓന് പൊതുവേ ഈ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. പിന്നെ നിർബന്ധിച്ച് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ഓൻ കഴിച്ചതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അമ്മ എടുത്ത് കുത്തിരിക്കുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാനിതാ ഓനെ അങ്ങനെ എടുത്ത് കുത്തിരുന്ന് കുറച്ച് സമയം സ്റ്റൂളുമേൽ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറ്റി പിടിച്ചപ്പോൾ വേദനയ്ക്കൊരു കുറവുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ കൊടുക്കുക എന്നൊക്കെ അപ്പോൾ ഞാൻ അമ്മേനോട് ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ. ഒരു നുള്ളു തേൻ കൊടുത്തു നോക്കിയാലോ വയറുവേദനയ്ക്ക് നല്ലതാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് വയറിളക്കമൊക്കെ ആണെങ്കിൽ തേൻ കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ വല്ല പാൽക്കായോ അങ്ങനെ എന്തെങ്കിലും വേണം കേട്ടോ. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതായാലും ആ തേനൊക്കെ കുടിച്ച് ആളൊന്നും ഉഷാറായിട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, കുംഭവേദനയാണെന്നൊക്കെ പറയും. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു ചായ കുടിച്ചാൽ മാത്രമേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സച്ചുവിന് തലണ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുമോക്ക് ഞാനൊരു പണി കൊടുത്തതാണ്. ഓരോരുത്തരും ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഞായറാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസമൊക്കെ പണികളൊക്കെ വേഗം ഒരുങ്ങുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയും നോക്കാതെ വേഗം അങ്ങോട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ ഇന്ന് ഏതായാലും എല്ലാവരും ആക്കും പോലെ നീച്ചപ്പോൾ നമ്മൾ ഒരു നീച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ കിടക്കയൊക്കെ തട്ടിക്കൂട്ടി വിരിക്കാനും അടിച്ചോരാനും ഒക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു കിടക്കുമ്പോൾ അവിടെ അടിച്ചോരി പോന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും തട്ടിക്കൂട്ടി വിരിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാതെ നിന്നത് കേട്ടോ. അപ്പോൾ അനുട്ടി ഏതായാലും എല്ലായിടും ഒന്ന് അടിച്ചു വരി തന്നു. പിന്നെ ഏട്ടൻ പോയാണ്ട് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ചിക്കൻ വാങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഏതായാലും ഞായറാഴ്ചയല്ലേ, അപ്പോൾ നമുക്ക് ഞായറാഴ്ച ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇന്നേ പോവുള്ളൂ, ഉച്ച കഴിഞ്ഞിട്ടേ സച്ചുവും പാറും പോവുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ചിക്കനും പൊറാട്ടയാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സാധാ ചോറ് തന്നെയാണ് ഉണ്ടാക്കിയത്, വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പൊറാട്ടയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ചിക്കൻ കറി ഒരു പൊറാട്ടയും മാത്രം മതി. പിന്നെ കുറച്ച് അപ്പം ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കളോട് പറയുന്നു എല്ലാവരും പാടെ ആഞ്ഞു പിടിച്ചാൽ വേഗം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുള്ളിയൊക്കെ എടുത്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാറു എല്ലാത്തിനും ഉഷാറാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരു മടിയില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നും ചെറിയൊരു മടിയൊക്കെ നമ്മൾ അന്വേഷിക്ക് ഉണ്ട്, എന്നാലും ഓള് ചെയ്ത് തരലുണ്ട് കേട്ടോ, ഒരുപാട് സഹായങ്ങൾ ചെയ്ത് തരലുണ്ട്. അപ്പോൾ ഇത് രാവിലെ ഞാൻ ഇരുന്ന് പൊളിച്ചതാണ് കേട്ടോ, കുറച്ച് ചെറിയ ഉള്ളി. അപ്പോൾ അതിൻ്റെ തൊലി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ റോസയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചേ പൊളിച്ചുള്ളൂ, ഇനി ഇത്രയും കൂടിയും പൊളിക്കാണ്ട്. അപ്പോൾ അത് അമ്മ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും നന്നാക്കി വെക്കുന്നത് ഈ ഉള്ളിക്ക് എന്താണെന്നറിയില്ല, നനഞ്ഞിട്ടാണ് തോന്നുന്നത്, കേട് വരെ അങ്ങനെ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പനിമോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ, മൊത്തത്തിൽ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. വേറെ എന്ത് പണി പറയുമ്പോഴൊന്നും എന്നോട് പറയൂല, അടിച്ചു വാരുന്ന കാര്യം പറയുമ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ പറയൂ കേട്ടോ. പിന്നെ സോപ്പിട്ട് ചെയ്യിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലും മടി ഉണ്ടാവാൻ പാടില്ലല്ലോ, ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടേ. അപ്പോൾ ഓൾക്ക് കഴിയുന്ന പണിയോളെ കൊണ്ട് ഞാൻ ചെയ്യിക്കലുണ്ട്. അപ്പോൾ പിന്നെ ഓളുതാ ബീൻസ് നന്നാക്കണേ എന്ന് ഇന്നലെ പറയൽ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബീൻസ് ഉപ്പേരി വെക്കണമൊന്നുമില്ല, അപ്പോഴേക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു ശരിയാക്കി തരികയാണ്. അപ്പോൾ പാറു ഇവിടെ ഉള്ളിയൊക്കെ നന്നാക്കി അരിയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഏതായാലും ചിക്കൻ നന്നാക്കി വെക്കട്ടെ വിചാരിച്ചു, അതൊക്കെ ഒന്ന് കഴുകി എടുക്കണ്ടേ. പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു, അത് അവിടെ തിളപ്പിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും തിരുമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാട്ടിയാൽ പെട്ടെന്ന് നമ്മളെ ചിക്കനിക്ക് മസാല പിടിക്കും കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കുന്നത് വരട്ടണേക്കാണ് ഏറെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെന്തായാലും കുറച്ച് കറിയാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ, 2 ചക്ക ഇട്ടിട്ട് അത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ എടുത്ത് വെക്കാമല്ലോ, അങ്ങനെ നല്ലൊരു സുഖമാണ് കേട്ടോ. ചക്ക ഉണ്ടാക്കണം അന്നെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുറേ സമയമാവും അത് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ അത് നേരത്തെ എടുത്ത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ അമ്മ ചക്കപ്പണിയുമേക്ക് നിൽക്കുകയാണ്, ഞാനിവിടെ ചിക്കനൊക്കെ വെക്കാനുള്ള പരിപാടിയിൽ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മളെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ കത്തി തേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കല്ല്, അപ്പോൾ അതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. കത്തി മുറിച്ചേക്കണ ഒരു കല്ലാണ്. അപ്പോൾ അത് പിന്നെ തിരകിയിരുന്നു, അപ്പോൾ ഞാനത് എടുത്തു കൊടുത്തു. ആ ഒരു ബേസിൽ കുറേ അങ്ങനെ കണ്ട ട്യൂബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് എപ്പോഴും വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അതിലങ്ങനെ ഇട്ട് വെച്ചതാണ്, എന്നാൽ ഇടയ്ക്ക് എടുക്കും വേണ്ട, അതിന് വേണ്ടി അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും അടുപ്പത്ത് ചോറാണ്, എന്നാൽ പിന്നെ ഈ വാട്ടലും പിടിക്കലൊക്കെ ഈ ഒരു ഗ്യാസുമെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സാധാ ചിക്കൻ കറി വയ്ക്കുമ്പോൾ തന്നെ സവോളയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെക്കാതെയാണ് കേട്ടോ ഞാൻ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് അത് നോക്കണമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനുട്ടി വേറെ എന്തോ ഒരു കാര്യത്തിന് ഇവിടെ നിന്ന് ഇതൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാറു മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ നാരൊക്കെ ഒന്ന് കളയാൻ വേണ്ടി കൂടിയതാണ്. ഒരിക്കൽ ഇതിൻ്റെ ആ ഒരു സൈഡത്തെ ആ ഒരു നാരുണ്ടല്ലോ ബീൻസിന്, അപ്പോൾ അത് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി. അപ്പോൾ അത് ചെയ്ത് കൊടുക്കിയിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറു കുറച്ച് നേരം ഉള്ളിയൊക്കെ വാട്ടി എനിക്ക് എത്തും അമ്മായി, എനിക്ക് വയ്ക്കും അമ്മായി എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടപ്പോൾ ഞാൻ അതിനൊക്കെ സമ്മതിച്ചു കേട്ടോ. പിന്നെ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ കറിയിൽ ഞാൻ മല്ലി ഇടാതെ വെച്ച് നോക്കട്ടെ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി മല്ലി ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. തീരെ മല്ലി ഇട്ടിട്ടില്ലെങ്കിൽ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാവുമല്ലേ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. വരട്ടി എടുക്കുക അല്ലല്ലോ, കറിയായിട്ട് വയ്ക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ടോ. ഇത്തിരി പറഞ്ഞാൽ ഒരു ഇത്തിരി തന്നെ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 2 തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും അതൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട്. പേസ്റ്റ് അല്ല, ചതച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടിയും ചേർത്തിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെ അമ്മയ്ക്കൊക്കെ വയ്യാണ്ടായിരിക്കണം ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. നാളികേരം വറുത്തിട്ടും നാളികേരം ചിരകിയിട്ടും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് അമ്മ ചെയ്തു തന്നിട്ടുണ്ട്. നന്ദു ചെറുതായിരുന്നു കേട്ടോ അന്ന് ആ ഒരു സമയത്ത്. ഇപ്പം പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് വയ്യായും കേടൊക്കെ മാറി, കുഴപ്പമൊന്നുമില്ല. നമ്മളെ നന്ദും വലിയ കുട്ടിയായില്ലേ. അപ്പോൾ ഞാൻ ചിക്കനും കൂടി അയക്കി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് പിന്നെ ഞാൻ ആ ഒരു ചോറ് റൈസ് കുക്കറിക്കാണ്ട് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ആ ചോറാണെങ്കിൽ അയക്കി വെക്കുന്ന ഒരു ഇഷ്ടം തന്നെയല്ല, വെന്ത് കിട്ടാൻ ഒരുപാട് സമയവും. അടുപ്പത്താവുമ്പോൾ അങ്ങനെ കത്തിച്ചും കത്താതെയും കിടക്കുകയാണെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും വെന്ത് കിട്ടും. മറ്റത് 1 മണിയൊക്കെ ആവാനാവും കേട്ടോ വേവാൻ. ഇന്ന് പിന്നെ എന്തായാലും ചോറിൻ്റെ വലിയൊരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ നമ്മൾ ആ ചിക്കൻ അടുപ്പത്ത് വെച്ചു, വിറകടുപ്പത്ത് തന്നെ കൊണ്ടുവച്ചു കേട്ടോ. ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ. ഏതായാലും ഇപ്പോൾ രാവിലെ തീ കത്തിച്ചതല്ലേ, രാവിലെ നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ ഇതുമ്പോൾ ഉണ്ടാക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എല്ലാ അടുപ്പും അങ്ങോട്ട് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. ഏറ്റവും സുഖം ശരിക്കും ആ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ അതിൽ മാത്രം കത്തിച്ച് നിൽക്കുമ്പോഴേക്കും നമുക്ക് നേരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്നും 2-3 അടുപ്പിൽ അങ്ങനെ കത്തിക്കലുള്ളത്.
അപ്പോൾ ഏതായാലും ചിക്കനെയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഏട്ടനും നന്ദുവും കൂടി നന്ദുവിൻ്റെ വയറുവേനയൊക്കെ മാറി ചായ കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ചായ കുടിച്ചപ്പോൾ തന്നെ ആൾ നല്ലോണം ഓക്കെ ആയി. അപ്പോൾ ഗ്യാസ് കയറിയത് എന്താണെന്ന് അറിയില്ല, കുട്ടികളാണെങ്കിലും ഉണ്ടാകുമല്ലോ അങ്ങനത്തെ കുഴപ്പങ്ങൾ. അപ്പോൾ ഏട്ടൻ അവിടെ തെങ്ങിന് തടം തുറന്ന് വളം ഇടുന്നുണ്ട് കേട്ടോ. ചാണകപ്പൊടി കുറച്ച് വാങ്ങിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൊടുന്ന് വെച്ചതായിരുന്നു. അപ്പോൾ അത് ചെയ്യട്ടെ, ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏതായാലും തുടക്കട്ടെ. അനുട്ടി ഏതായാലും അടിച്ചു വാരിട്ടിട്ടുണ്ടല്ലോ. അടിച്ചു വാരലുണ്ട് കഴിഞ്ഞാൽ തുടക്കലൊരു പണി തന്നെയല്ല കേട്ടോ. അടിച്ചു വാരലാണ് മെയിനായിട്ടൊരു പണി എന്ന് പറയാനുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുക്കള പണിയും കൂടി ഇത്ര ഗതികേടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അടിച്ചു വാരൽ ഗതികേട് തോന്നാൻ കാരണം അതാണ്. നമ്മൾ നിലം മാത്രം അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് മാറാല ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. നല്ലോണം ഇന്നിപ്പണ്ട് മാറാല തട്ടി നമ്മൾ അവിടുത്തെ കൈയെടുത്ത് പോരുമ്പോഴേക്കും വീണ്ടും അവിടെ എട്ടുകാലി കൂട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. നമ്മളെ വീട് കണ്ടാൽ ചിലപ്പോൾ തോന്നും ഇവിടെ മാറാല തട്ടലില്ലേ എന്നുള്ളത്. അപ്പോൾ എന്നും തട്ടിയിട്ടും ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിലിൻ്റെ ചോടായാലും ജനലിൻ്റെ അഴിയും അതേപോലെ വാതിലിൻ്റെ സൈഡുകളും മുക്കും മൂലയൊക്കെ തട്ടി അടിക്കുമ്പോഴാണ് കുറേ സമയം പിടിക്കുന്നത്. അല്ല നിലം മാത്രം അടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തീരും. അപ്പം അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ ചക്കയെ കുത്തി പറക്കിയൊക്കെ ചെയ്തത്. ഇന്നിപ്പോൾ അച്ഛനും ഇവിടെ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല, കടയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ അതാകണം ഞാനത് അരിയാൻ കൂടിയതാണ്. അപ്പോൾ അരിയാൻ കൂടി തന്നാൽ മതി നമ്മ പറഞ്ഞിരുന്നു കേട്ടോ. ഒത്താനും പറിക്കാനൊക്കെ സുഖമാണ്, എനിക്ക് അരിയാനാണ് ഗതിയേട് നമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ 2 ചക്കല്ലേ, അപ്പോൾ ഏതായാലും അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ ചിക്കൻ കറിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചിക്കനിൽ ഉണ്ടാവുമല്ലോ, അത് ഇറങ്ങി വന്നതിന് ശേഷം തിളപ്പിച്ച വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ ലാസ്റ്റ് ഇതാക്കണം കുറച്ചധികം തന്നെ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ മല്ലി കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ചിക്കൻ മസാല ചേർത്തു. പിന്നെ ഞാനിതൊന്ന് സാമ്പിൾ നോക്കിയതാണ് കേട്ടോ. ഇവിടെ നമ്മളെ തക്കാളി സോസ് ഉണ്ടായിരുന്നു, ആ ഒരു സോസ് 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിക്കൊന്ന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ വാങ്ങി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 1-2 വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചെയ്യണത്, അതുകൊണ്ട് അങ്ങനെ ചേർത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിന് ആയിരുന്നു. നമ്മൾ കടായിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുമല്ലോ. അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ ആയൊക്കെ എന്നെ ഇവിടെ പൊറാട്ട തിന്നണോ പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊറാട്ടയും കുറച്ച് ചോറും രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു, അതും ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റിയിലിരിക്കുക എന്നാണ് വിചാരിച്ചത് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മേശയും ഇരുന്നാൽ പോരെ അങ്ങനെയെന്ന്. പക്ഷെ മേശയും ഇരിക്കുന്നത് വേറൊരു സുഖം, ഇവിടെ ഇരിക്കുന്നത് വേറൊരു സുഖം. അല്ലെങ്കിൽ പിന്നെ ഉമ്മർത്ത് നമുക്ക് ഇരിക്കണം കേട്ടോ. ഇപ്പോൾ പിന്നെ ഉമ്മർത്തിരിക്കുമ്പോൾ ഭയങ്കര വെളിച്ചം. ഇനിയിപ്പോൾ വെയിലിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ആ ഒരു വെയിലടിക്കലുമാണ് കേട്ടോ. നമ്മളെ മരമൊക്കെ മുറിച്ച് കളഞ്ഞതുകൊണ്ട് അവിടെ തണുപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. രാവിലെയൊക്കെ ചെറിയൊരു മഴയും ചീച്ചിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പോയി വെയിലിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോരുത്തർക്ക് ഞാൻ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ആവശ്യക്കാർക്ക് അങ്ങനെ എത്രണ്ണം വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറി ഒഴിച്ചു കൊടുക്കുകയാണ്. ചിലർക്ക് പൊട്ടിച്ചിട്ടാണ് കറി ഒഴിക്കേണ്ടത്, ചിലർക്ക് പൊട്ടിക്കാതെയാണ് കറി ഒഴിക്കേണ്ടത്. എനിക്ക് പൊട്ടിക്കാതെ അങ്ങനെ കറി ഒഴിച്ച് തിന്നണയാണ് ഇഷ്ടം കേട്ടോ. അച്ഛയൊക്കെ അതാക്കണം പൊട്ടിച്ചിടണം, ഏട്ടനും തന്നെ പൊട്ടിച്ചിടണം, നന്ദൂനും ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഞങ്ങളെ ഞായറാഴ്ച ദിവസങ്ങളെന്ന് പറഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ചിക്കനോ ബിരിയാണിയോ നെയ്ച്ചോറോ ഉണ്ടാക്കിയിരുന്ന ഒരു വീടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ അതൊക്കെ കുറേ കുറഞ്ഞു പോയിട്ടോ. എന്നാലും കേട്ടോ ഞങ്ങൾ വാങ്ങലുണ്ട്. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ കമൻ്റ് ഇടലുണ്ട്, നിങ്ങൾക്ക് ചിക്കൻ തിന്നാൽ ആർത്തി കൂടുതലാണോ എന്നുള്ളതൊക്കെ ഒരു കമൻറ്റിൽ വായിച്ചിരുന്നു കേട്ടോ. തിന്നുന്തോറുമാണ് നമുക്ക് എന്ത് സാധനത്തിനോടും ഇഷ്ടം കൂടുക. തിന്നാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാധനം തിന്നാനേ പൂതി ഉണ്ടാവില്ല. പിന്നെ മക്കളുള്ള വീടുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ ചിക്കനും മീനും മുട്ടയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഓർക്കൊരു മടുപ്പും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളാണ് വേണ്ടത്. അത് വിചാരിച്ചിട്ട് നമ്മൾ എന്നും കൊടുക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓർക്ക് പൂതിയാകുമ്പോൾ ഇതൊക്കെ വാങ്ങി കൊടുക്കണ്ടേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. മിക്ക വീടുകളിലും മിക്കവാറും ദിവസം ചിക്കനും മീനും ഒക്കെ വാങ്ങും. പക്ഷേങ്കിൽ ആ കമൻ്റ് ഇട്ട ആളെ വീട്ടിലും ചിലപ്പോൾ ദിവസം കഴിക്കുന്നുണ്ടാവും കേട്ടോ. അത് അറിയണില്ലല്ലോ. ഞാൻ പിന്നെ വീഡിയോ ചെയ്യുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത് എന്താ ചെയ്യണം എന്നുള്ള കാര്യം അപ്പോഴേക്കും ഇങ്ങനെ അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എന്തും പറയാലോ. അപ്പോൾ ഓരോ കാര്യം അവിടെ മൂടി വെച്ചിട്ടാവും നമ്മളെ കുറ്റം പറയണത്. അതെന്തോ ആയിക്കോട്ടെ, പറയണവർക്ക് എന്തും പറയട്ടോ, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതാക്കണം അമ്മയ്ക്കില്ലേ പൊറോട്ടയൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അമ്മ കുളിയൊക്കെ എപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാണ്, ഉച്ച സമയത്തുള്ളൂ കേട്ടോ അമ്മ കുളിക്കുക. ആദ്യം അങ്ങനെയാണ്. പിന്നെ അതാക്കണം വിശദീകരിച്ച് കുറേ സമയം ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ. പിന്നെ കഴിക്കൽ കഴിഞ്ഞിട്ടും അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്
പിന്നെ ഇതാകണേ പാത്രം കഴുകാൻ തന്നതാണ്. അപ്പോൾ ഒരു ലോഡ് പാത്രം ഉണ്ട് കേട്ടോ. പക്ഷേ ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാത്രം കഴുകിയാലും മടുക്കൂല. അത്ര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പാത്രം കഴുകൽ. അപ്പോൾ അമ്മയ്ക്ക് സത്യത്തിൽ ഇങ്ങനെ പാത്രം കാണുമ്പോൾ ഒരു വേചാറൊക്കെ ഉണ്ടാവും കേട്ടോ, ഇത്രയും പാത്രമല്ലേ കഴുകാൻ, അപ്പോൾ അതൊക്കെ കഴുകി കഴിയണ്ടേന്ന് എന്നോട് പറയലുണ്ട്. പക്ഷേ ഞാൻ അമ്മേനോട് പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുണ്ടെങ്കിൽ മാത്രമേ കഴുകാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിക്കാനില്ലെങ്കിൽ പിന്നെ കഴുകാനും ഉണ്ടാവില്ലല്ലോ. അത് ആലോചിച്ചാൽ മതി. അമ്മയ്ക്ക് കഴുകണേന് ഒരു മടുപ്പില്ല എന്നാണ് ഞാൻ പറയലുള്ളത്. പിന്നെ അതാ മക്കൾക്ക് പോവാനായിട്ടോ അപ്പം ഞങ്ങളെ വിശദീകരിച്ചുള്ള തീറ്റയും കൂടിയും വർത്താനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പോകാനായിട്ടുണ്ട്. ഒരു ഇവിടുന്ന് പോകുമ്പോൾ ചേച്ചി ഉള്ളപ്പോഴും 3:30 ബസ്സിനാണ് പോവുക കേട്ടോ. അതിനാവുമ്പോൾ അവർക്ക് ചന്തക്കുന്ന് പോയി ഇറങ്ങിയാൽ മതി. പിന്നെ അവിടെ നിന്ന് അകമ്പാടം ബസ്സിന് കയറിയാൽ മതി കേട്ടോ. വേഗമുണ്ട് എത്താൻ. അപ്പോൾ ചേച്ചി ഏതായാലും പ്രാവശ്യം വന്നിട്ടില്ല. ഒരു 4 ദിവസം മുന്നേ അല്ലേ വന്ന് പോയത്. അപ്പോൾ പ്രാവശ്യം മക്കളെ മാത്രമാണ് പറഞ്ഞയച്ചത്. അങ്ങനെ നമ്മളെ പാറും സച്ചും പോയി. പിന്നെ അമ്മ കുടുംബശ്രീക്ക് പോകണ്ടേന്ന്. അപ്പോൾ അമ്മ ഒലപ്പം പോയിട്ടുണ്ട്, അച്ഛനും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനും മക്കളും ഇവിടെ നിന്നിട്ടുണ്ട്, ഏട്ടനും ഉണ്ട്. അപ്പോൾ അനുമോൾ ഇതാക്കണ ക്യൂടെക്സ് ഇടുന്നു. അപ്പോൾ എനിക്കും എൻ്റെ കാലുമ്മലും കയ്യുമ്മലും ഒക്കെ ഓള് ക്യൂടെക്സ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും അവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതാ 4 മണിയാകാൻ സമയത്ത് അവിടെ നിന്ന് നീച്ച് പോകുന്നതാക്കണ അച്ഛനും മക്കളും ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു വേണ്ട കേട്ടോ. മകള് ചായ ഉണ്ടാക്കാൻ പഠിക്കുകൊണ്ട് അച്ഛയ്ക്ക് സുഖമാണ്, ചായ ഉണ്ടാക്കിക്കാന്നാണ് പറയാലോ. അതിനായിട്ടോ എൻ്റെ കുട്ടി ചായ ഉണ്ടാക്കി കൊടുക്കാനായി എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഓളച്ചയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇന്ന് ബൂസ്റ്റ് ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്ക് പിന്നെ ചായ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ബൂസ്റ്റിൻ്റെ ചായ കൊണ്ട് ഒരു ഇത്തിരി ചായയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റിൻ്റെ പൊടി വെറുതെ തിന്നണമുണ്ട്. അപ്പോൾ ഇന്നാൾ നമ്മൾ ഉണ്ടാക്കിയ ആ ചക്കപ്പം ഫ്രിഡ്ജിൽ വീണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീണ്ടും എടുത്ത് തിന്നുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇരിക്കും തോറും, ആ തണുപ്പിലിരിക്കും തോറും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും, ഇവിടെ ഇഷ്ടമാണ് എന്തായാലും. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ കുടുംബശ്രീയിൽ നിന്നൊക്കെ വന്ന് അപ്പം അതാക്കണ നമുക്ക് അടുത്ത വിരുന്നുകാരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മാവനും അമ്മായിയും അതേപോലെ അമ്മാവൻ്റെ മകനും മരുമകളും പേരക്കുട്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പം മാമേൻ്റെ പേര് വിജയൻ എന്നാണ്, അമ്മായിൻ്റെ പേര് സുനി എന്ന് വിളിക്കും കേട്ടോ. പിന്നെ മരുമകൾ നന്ദന, നന്ദു എന്ന് വിളിക്കും ഞങ്ങൾ. പിന്നെ ഷൈജു. അപ്പോൾ ഓരോ കുട്ടിയും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഓൻ വന്നിട്ട്. അപ്പോൾ ഓന് ഓരോ തിരക്കുകൾ കാരണം വരാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ നാളൊരു ദിവസം മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, ഈ വഴിക്കൊന്നും കാണാനല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓനുണ്ട് ആ ഇടങ്ങേറ് വരായിട്ടിട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞേന്ന് ഞാൻ വരേണ്ടി ലീവ് ഉള്ളപ്പോൾ വരേണ്ടി, ലീവ് ഉള്ള അന്ന് ഓരോ പണികളാവും. ഓനൊരു കടയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ലീവുള്ള അന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അതുകൊണ്ടാണ് വരാൻ പറ്റാത്ത ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും പ്രതീക്ഷിക്കുക. ഇന്ന് ഞാൻ ഒരിക്കലും പോലെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിൻ്റെ 1-2 ആഴ്ച ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. അന്നൊന്നും ഓരെത്തിയിട്ടില്ല. ഇപ്പം എന്നാണ് പ്രതീക്ഷിക്കാതെ വന്നത്. അപ്പോൾ ഓരി വരുന്ന ഒരു സമയത്തിൻ്റെ തൊട്ട മുന്നേയായിട്ട് ഞാൻ ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒന്ന് തട്ടിക്കുട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കാറിൻ്റെ ഒച്ച ഇട്ടത്. അപ്പോൾ പിന്നെ വേഗം ചൂലൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്താലോ എന്ന് തോന്നും കേട്ടോ. നമുക്ക് വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വെറുതെ അങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓര് വന്നു. അപ്പോൾ ഓര് വന്നപ്പോൾ അതാക്കണേ ഞാൻ കട്ടൻ ചായയും പഴം പിന്നെ ഓര് കൊണ്ടുവന്നതാണ് കേട്ടോ. മിച്ചർ ഇവിടെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് കേട്ടോ, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. എന്നാൾ ചേച്ചിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന മിച്ചറാണ്. ചിപ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മക്കളുള്ള വീടാവുമ്പോൾ അങ്ങനെ ബേക്കറിയും കാര്യങ്ങളൊന്നും നിൽക്കില്ലല്ലോ. പിന്നെ ഓല് പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഏതായാലും കുറച്ച് ചിക്കൻ കറി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചക്ക അരിഞ്ഞത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് വെക്കാമെന്നൊക്കെ ഞാനിങ്ങനെ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് ആദ്യം ചായ കൊടുക്കട്ടെ വെച്ചിട്ട് ചായയും പഴവും മിക്സറൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ചക്കപ്പത്തിൻ്റെ കഷ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് 4ആയി മുറിച്ചിട്ട് അതും അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു തലേ ദിവസം അത് ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനം. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മായിനോട് കുറേ വട്ടം ചോദിച്ചുണ്ടാക്കട്ടെ, അപ്പോൾ എന്നെ അയച്ചില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാതെ പറഞ്ഞയക്കുന്ന ഒരു ഗതികേടല്ല. അപ്പോൾ ഏതായാലും ചിക്കൻ കറി ഉണ്ടേനും കൊണ്ടുവന്നിട്ട് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ കുക്കറിൽ വേഗം അതാക്കണ ചക്ക അടുപ്പത്ത് വെച്ചു. നാളികേരമൊക്കെ ചിരകി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചക്കക്കൂട്ട റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ ഒന്ന് ആവി കയറിയാൽ മതി, അപ്പോഴേക്കും വേവ് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ചക്ക. നമ്മൾ നാളികേരം ഒന്ന് മിക്സിയിൽ അരയ്ക്കുമ്പോഴേക്കും അവിടെ ചക്ക വന്നിട്ടുണ്ടാവും. അത്ര എളുപ്പത്തിൽ വേവ്, നല്ല അടിപൊളി ചക്കയാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും ചക്കയൊക്കെ ഉണ്ടാക്കി ആ ഒരു ചിക്കൻ കറി അതേപോലെ ചക്കക്കൂട്ടാനും വെള്ളമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കണ്ണതാക്കണതിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തു തരാനും എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആവുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ഓൻ തന്നെയാണ് എടുത്തുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ എനിക്ക് സ്റ്റാൻഡമ്മ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാവും. എന്താ വെച്ചാൽ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് പണിയാണ്. നേരെ മറിച്ച് ഒരാൾ എടുത്തിട്ട് തരികയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സുഖമാണ് കേട്ടോ. മറ്റേത് ഒരുപാടുണ്ടാവും, നമ്മൾ തന്നെ വന്ന് ഓഫാക്കും, നമ്മൾ തന്നെ എടുക്കും, ഓണാക്കും ഒക്കെ വേണ്ടേ. അപ്പം അമ്മായിയും പിന്നെ മാമയും ആദ്യം കഴിച്ചു. എന്താ വെച്ചാൽ കുട്ടീനെ പിടിക്കേണ്ട ആരെങ്കിലും, കുട്ടി നമ്മളടുത്തൊന്നും നിൽക്കൂല കേട്ടോ. കുറച്ചേരൊക്കെ നിൽക്കും, അപ്പോഴത്തേനും ഓന് കരച്ചിൽ വരികയാണ്.
പിന്നെ ഷൈജും ഓളും കൂടി അങ്ങനെ കഴിച്ചിട്ടോ. അവർക്ക് വീഡിയോ എടുക്കണതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ മാമയ്ക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോ എടുക്കണതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാത്ത സമയത്തൊക്കെ വരുമ്പോൾ എന്നെ വീഡിയോ എടുക്കണില്ലേന്നാ ചോദിക്കല്ലോ കേട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മീനച്ചാർ ഇട്ടിരുന്നില്ലേ, അപ്പോൾ അത് സച്ചും പാറും പോയപ്പോൾ കുറച്ച് കൊടുത്തയച്ചിട്ടോ ഓൽക്കും ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇവരും പോയപ്പോൾ കുറച്ച് ഓൽക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പം അങ്ങനെ ഓല് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഞായറാഴ്ച തന്നെയായിരുന്നു. അല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് വിരുന്നുകാർ കുറച്ച് കൂടുതലാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ആയിട്ട് വരാണ്ടാവും. ആരും നിൽക്കണവരില്ല, എല്ലാവരും വന്നു പോണവരാണ് കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനും അമ്മ ഇങ്ങനെ പറയലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ആരും നിൽക്കണില്ല, ഒക്കെ വന്നു പോവുകയാണല്ലേ എന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏട്ട അങ്ങാടിക്ക് ആരെയോ കാണാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പിന്നെ അതാ ഒരു പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്